പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പം പലപ്പോഴും ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ട്. എൻ്റെതല്ല, എൻ്റെ ഫുൾ ഫിഗർ ഇത്രയേ ഉള്ളൂ. മുസ്ലിം ഫാമിലിയും ഹിന്ദു ഫാമിലിയും കല്യാണം കഴിച്ചു, ഓക്കെ, അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം എന്നറിയാമോ അതൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ. ഇവരുടെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ വരും. നമ്മൾ മോഡേൺ ആണ്, നമുക്ക് ആണും പെണ്ണുമാണ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ ആണും പെണ്ണും അല്ല ഇമ്പോർട്ടൻറ്റ്, അവരേത് കുടുംബത്തിൽ ജനിച്ചു, എങ്ങനെ അവർ വളർന്നു, എങ്ങനെയാണ് അവരുടെ അപ്പനും അമ്മയും ഉള്ളത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ തൈസുള്ള സ്ത്രീകൾക്കാണ് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ പ്രസവിക്കാൻ കഴിയുക എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. ട്യൂമേഴ്സും ഫൈബ്രോയിഡ്സും ഒക്കെ എന്ന് പറയുന്നത് ഹോർമോണൽ വേരിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു 80% ഉണ്ടാകുന്നത്. ചുമ്മാതെ പോയി ഒരാളെ കല്യാണം കഴിച്ച് ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നതിന് പകരം ഒരു ലിവിങ് ടുഗദറൊക്കെ നോക്കിയിട്ട് പറ്റുമോ, ഇയാളെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചിലർക്ക് US പോയിട്ട് താമസിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നാട്ടുമ്പുറത്തായിരിക്കും ഇഷ്ടം. ഇത് രണ്ടും കല്യാണം കഴിച്ച് എങ്ങനെ ഇരിക്കും? നടക്കില്ല. സ്ത്രീകൾക്ക് വീക്കായിട്ടുള്ള ഏരിയ അത് പുരുഷൻ സപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ പുരുഷന് വീക്കായിട്ടുള്ള ഏരിയ അത് സ്ത്രീ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് ജനിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു വിടേണ്ട സാധനങ്ങൾ. അതൊന്നും കല്യാണം കഴിച്ചേച്ച് ഭാര്യയോ ഭർത്താവോ അല്ല പറഞ്ഞു കൊടുക്കുന്നത്. പേളി മണിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നുണ്ട് പേളി ഭയങ്കര ലക്കിയാണ് ശ്രീനീഷിനെ പോലത്തെ ഒരാളെ കിട്ടാൻ. പക്ഷെ എത്ര പുരുഷന്മാർക്ക് ശ്രീനീഷിനെ പോലെ ഒരു ഭാര്യയെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കരിയറിൽ കൂടെ നിൽക്കാൻ പറ്റും, എല്ലാവരും ജേർണിയിൽ ഒന്നിച്ച് പോകാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുന്ന എത്ര പുരുഷന്മാരുണ്ടാവും? സ്ത്രീകളെ ആ ഒരു ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യാതെ, അതായത് കല്യാണം കഴിച്ച് ഇനി നീ മാറി നിൽക്കുക, ഇനി നീ കുട്ടീനെ നോക്ക്, നല്ല കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷെ ഇനി കല്യാണം കഴിക്കുക, കുട്ടീനെ നോക്കുന്ന വീട്ടുകാരും ഒപ്പം ഹസ്ബൻഡും അതോടൊപ്പം പറയുന്നുണ്ടാവും കുട്ടീനെ നോക്കുക എന്നുള്ളൊരു സംഭവം. പക്ഷേ എത്ര ആൾക്കാർക്ക്, എത്ര പുരുഷന്മാർക്ക് ശ്രീനീഷിനെ പോലെ ചിന്തിക്കാൻ പറ്റും? ശരിക്കും മോഡേണായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. നമ്മൾ ഈ പഴയ ചിന്താഗതി ആൾക്കാർക്കാണ് ഞാൻ പറയുന്ന പോലെ എല്ലാവരും കേൾക്കണം, ഇങ്ങനെ വടി വെച്ച് അടിച്ച് കുട്ടികളെ വളർത്തണം, അങ്ങനത്തെ ഒരു, അതൊക്കെ പഴയ ചിന്താഗതിയാണ്. ഇപ്പം ഒരു പുരുഷൻ സ്ത്രീയോട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് മാനസിക പ്രശ്നമാണ്. കാരണം അതിനകത്തൊന്നും കാര്യമില്ല, ആക്ച്വലി കാര്യമില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പം പലപ്പോഴും ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ട്. എൻ്റെതല്ല, എൻ്റെ ഫുൾ ഫിഗർ ഇത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ആർക്കും ഒരു റോളേ ഇല്ല. അപ്പോൾ എൻ്റെ ഉറക്കം, എൻ്റെ ഭക്ഷണം, എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, ഇത്രയും മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ആർക്കും ഒരു റോളില്ല. എൻ്റെ ഭാര്യയ്ക്കെങ്ങാനും കുറച്ച് കയ്യടി കിട്ടിയാൽ എനിക്കത് അസ്വസ്ഥമാണ്. എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഭാര്യയ്ക്ക് പോയാൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ വരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് മാനസിക പ്രശ്നമാണ്. അത് നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. പുതിയതായിട്ട് തന്നെ എൻ്റെ ഭാര്യ അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ, ആ ഒരു ബിസിനസ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനും കൂടെ നിന്ന് കൊടുക്കാം എന്ന രീതി നിൽക്കുന്നതാണ് പുതിയ രീതി. പഴയ രീതി എന്ന് പറയുന്നത് നാട്ടുകാരിനി എന്ത് പറയും, അവൻ ഭാര്യ ചിലവന് കൊടുക്കുന്ന സാധനമാണ് അവൻ ഇരിക്കുന്നത്, അവൻ മക്കളെ നോക്കിയിരിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നുള്ള രീതിയിലേക്ക് അങ്ങനെയുള്ള ചിന്തയൊക്കെ പോയി. ഇപ്പം അങ്ങനത്തെ പരിപാടിയേ ഇല്ല. ആർക്കാണ് ഇപ്പം ചിലപ്പം ഭാര്യയുടെ ബിസിനസ് ആയിരിക്കും സക്സസ് ആയിട്ട് പോകുന്നത്, ഓക്കെ, എന്നാൽ പിന്നെ അതാണ് ബെറ്ററെങ്കിൽ അത് അങ്ങനെ കയറുക, അതിനകത്തങ്ങ് ജോയിൻ ചെയ്ത് അതിനകത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പോവുക. ഭർത്താവിൻ്റെ ബിസിനസ്സിലാണ് നല്ലതെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യുക. ചിലപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ആയിരിക്കത്തില്ല, വേറെ കാര്യങ്ങളായിരിക്കും, അതിലങ്ങ് സപ്പോർട്ട് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയുക, ചിന്താഗതികൾ മാറിയാൽ തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങളും ക്ലിയർ ആവും. പിന്നെ എല്ലാവർക്കും ഐഡിയലായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, അത് കുറച്ച് ആൾക്കാർക്കാണ്. പിന്നെ ഈ പഴയ നമ്മൾ വളരുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ ആദ്യം ആങ്കൊച്ചിനാണ് ഭക്ഷണം കൊടുക്കുന്നത്, ആദ്യത്തെ ഡ്രസ്സ് ആങ്കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കുന്നു, ആദ്യത്തെ സൈക്കിൾ ആങ്കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വളർന്നു വരുന്ന ഒരു ആങ്കൊച്ചിന് എപ്പോഴും തോന്നുന്നത് ആണാണ് മെയിൻ സംഭവം, ഞാൻ പറഞ്ഞതാണ് അങ്ങനെ തോന്നുന്നു. പക്ഷേ ഈക്വലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ സപ്പോർട്ട് പെൺകുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും, ഓക്കെ, ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഏതൊക്കെയാണ് സ്ത്രീകൾക്ക് വീക്കായിട്ടുള്ള ഏരിയ അത് പുരുഷൻ സപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ പുരുഷന് വീക്കായിട്ടുള്ള ഏരിയ അത് സ്ത്രീ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് ജനിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു വിടേണ്ട സാധനങ്ങളാണ്. അതൊന്നും കല്യാണം കഴിച്ചേച്ച് ഭാര്യയോ ഭർത്താവോ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു പരിധി കൂടുതൽ ആരുടെയും ചേഞ്ച് വരാത്തത്. അവരുടെ ഫാമിലി ലൈഫ് വളരുന്ന അന്തരീക്ഷം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇരിക്കും അവരുടെ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് അവരുടെ അപ്പനമ്മയായിരിക്കും റോൾ മോഡൽ. ചിലപ്പോൾ ഭർത്താവിൻ്റെ അപ്പനമ്മ അവർ വളർത്തുന്ന രീതി ആയിരിക്കത്തില്ല. ഭാര്യയുടെ ആണെങ്കിൽ അപ്പനമ്മ ഭയങ്കര കെയറും ഭയങ്കര കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഭാര്യയുടെ ലൈഫ് ഭയങ്കര അധോഗതിയായിരിക്കും. പക്ഷെ ആ ചേരുന്നതിനകത്ത് അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോഴേ നമ്മളെ ഫാമിലി നോക്കും, എങ്ങനെയാണ്
കാരണം ചെറിയ വേരിയേഷൻ വരെ ഇമ്പോർട്ടൻ്റാണ്. ഞാനൊക്കെ പുതിയ എത്ര ചിന്താഗതി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ എൻ്റെത് പഴയതാണ്. ഈ ഒരേ കമ്മ്യൂണിറ്റിയിൽ വേറെ വേറെ കാസ്റ്റുകൾ വരും, അതുവരെ പ്രശ്നമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ബെന്തിക്കോസ് എന്ന് പറയുന്നൊരു സഭയുണ്ട്, റോമൻ കാത്തലിക് ഉണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ കമ്മ്യൂണിറ്റിയിലും പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബായ ഉണ്ട്, മലങ്കരയുണ്ട്, അങ്ങനെ പല പല കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ റോമൻ കത്തോലിക്കിലുള്ള പെൺകുട്ടി റോമൻ കത്തോലിക്കിലുള്ള ഒരു ആൺകുട്ടിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ശരിക്കും പ്രായമുള്ളവർ പറയുന്നത് നിങ്ങൾ വേറെ നോക്കരുത്, ശരിയാണ്. ഈ റോമൻ കത്തോലിക് ഉള്ള പെൺകുട്ടി പോയിട്ട് ബെന്തിക്കോസിലോ CSIയിലോ അല്ലെങ്കിൽ യാക്കോബയിലോ കല്യാണം കഴിച്ചാൽ ഇവിടെ ഇവരുടെ പ്രേമവും ഇഷ്ടം കൊണ്ടായിരിക്കും വീട്ടുകാരെ സമ്മതിക്കുന്നു വെച്ചു. പക്ഷെ ഇവരുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 90%, 100 അല്ല 90%. ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ വേറെ, വിശ്വാസങ്ങൾ വേറെ, പ്രാർത്ഥന രീതികൾ വേറെ, ടോട്ടൽ വേറെയാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മോഡേൺ ആണ്, നമുക്ക് ആണും പെണ്ണുമാണ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ ആണും പെണ്ണും അല്ല ഇമ്പോർട്ടൻറ്റ്. അവരേത് കുടുംബത്തിൽ ജനിച്ചു, എങ്ങനെ അവർ വളർന്നു, എങ്ങനെയാണ് അവരുടെ അപ്പനും അമ്മയും ഉള്ളത്, അവരുടെ റിലേഷൻ എങ്ങനെയാണ്, അവർ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, അവരുടെ കുടുംബത്തിൽ എങ്ങനെയാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചുമ്മാതെ ഒന്നും നോക്കാതെ എനിക്ക് ഈ വ്യക്തി ഇഷ്ടമാണ്, പോയിട്ട് കല്യാണം കഴിച്ചു. ആ വ്യക്തിയുടെ അപ്പൻ്റെ വീട്ടിൽ മാനസിക പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, ഇവർക്കുണ്ടാകുന്ന കൊച്ചിനും മാനസികം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഫാമിലി ഹിസ്റ്ററി നോക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതാണ് പ്രശ്നം. അപ്പം മോഡേൺ ചിന്താഗതിയിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്, അല്ല ചെറിയ കാര്യമല്ല. അപ്പം അത് ആ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആയുഷ്കാലം മുഴുവൻ അനുഭവിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ബേസിക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ പഴയ രീതി തന്നെയാണ് ഏറ്റവും നല്ലത്. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി മുന്നോട്ട് ജീവിക്കണോ, അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഹെറിഡിറ്ററി നോക്കി പോകണം. ഇല്ലെങ്കിൽ അത് നോക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മോഡേൺ രീതികൾ ചിന്തിച്ചാലും പഴയ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടാതിരുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ചുമ്മാ വകുപ്പ് പറയാം. നമുക്ക് കാസ്റ്റ് ഞാൻ വിഷയമേ അല്ല. ഒരു മുസ്ലിം ഫാമിലിയും ഹിന്ദു ഫാമിലിയും കല്യാണം കഴിച്ചു, ഓക്കെ, അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യണമെന്നറിയാമോ അതൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ. നമുക്ക് പറയാം മോഡേൺ രീതി പ്രകാരം ഞങ്ങൾ വേറെ ഒന്നും ഒരു വിഷയമല്ല ചെയ്യുന്നതെന്ന് വെച്ച്. ഇവരുടെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ വരും, ഇവർ ഏത് രീതി ഫോളോ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. ചില പ്രാർത്ഥനാ രീതികൾ വേറെ, ചില വിശ്വാസങ്ങൾ വേറെ. ചിലയിടത്ത് അമ്പലത്തിൽ കയറാൻ പാടില്ല, ചിലയിടത്ത് ഇവിടെ പോകാൻ പാടില്ല, ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, ടോട്ടൽ. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ ഇതൊന്നും നോക്കത്തില്ല, ചടയുന്ന പരിപാടി അങ്ങനെ തീർക്കും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഒരേ കമ്മ്യൂണിറ്റി ഒരേ കാസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് ഒരു ചെറിയ വിശ്വാസത്തിലെ വേരിയേഷൻ വരെ ഇവിടെ ബാധിക്കും. അതേപോലെ ഒരു കുടുംബത്തിലെ കാര്യം പോലും ചിലർ ഭയങ്കര വൃത്തിയായിട്ട് അടുക്കി പെറുക്കി ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് പോകും, ചിലരൊന്ന് വലിച്ചു വാരി കിട്ടേച്ച് പോകും. ഈ രീതി വരെ സമാധാനം ഇല്ലാതാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് ചുമ്മാതെ പോയി ഒരാളെ കല്യാണം കഴിച്ച് ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നതിന് പകരം ഒരു ലിവിങ് ടുഗദറൊക്കെ നോക്കിയിട്ട് പറ്റുമോ, ഇയാളെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു വണ്ടി മേടിക്കുമ്പോൾ എന്തോരം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും അല്ലേ? കുറച്ച് ഒരു 8-10 കൊല്ലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ 2 കൊല്ലമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഷോറൂം കയറി ഇറങ്ങും, എത്ര ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, എത്ര കാര്യങ്ങൾ ചെയ്യും. ഇത് ലൈഫ് ലോങ് കുട്ടികളെ ഇതാക്കിയിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാർക്ക് ഒരു സംഭവമില്ല, എങ്ങനെ വേണമെങ്കിലും ആവാം. അതുകൊണ്ടാണ് ഇതൊന്നും നിലനിൽക്കാത്തത്. നമുക്ക് ചിലർക്ക് US പോയിട്ട് താമസിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നാട്ടുമ്പുറത്തായിരിക്കും ഇഷ്ടം. ഇത് രണ്ടും കല്യാണം കഴിച്ച് എങ്ങനെ ഇരിക്കും? നടക്കില്ല. ചിലർക്ക് കുട്ടികൾ വേണ്ട, ചിലർക്ക് വേണം. ചിലർക്ക് ആംബിഷ്യസ് ആയിട്ട് ഭയങ്കര രീതി പോകണമെന്നാണ്, ചിലർക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണമെന്നാണ്. ഇവർ രണ്ടുപേരും കിട്ടിയാൽ ശരിയാവില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം ഒറ്റ വിസിറ്റിലൊന്നും കിട്ടത്തില്ല. ഒറ്റ വിസിറ്റിലൊക്കെ നമ്മൾ ഭയങ്കര നല്ല കാര്യങ്ങളെ കാണിക്കത്തുള്ളൂ. ഒരു യാത്ര പോയാൽ വിവരം അറിയാം, കറക്റ്റ് ക്ലാരിറ്റി കിട്ടും ഒരു യാത്ര. അപ്പോൾ ആ യാത്രയിൽ ഒരു വ്യക്തിയെ ക്ലിയർ മനസ്സിലാണോ, ഒരു യാത്ര ചെയ്താൽ മതി, ടോട്ടൽ ഐഡിയ കിട്ടും. ഒരു വ്യക്തിക്ക് ഒരു അരമണിക്കൂർ കൂടുതലൊന്നും പിടിച്ചേക്കാൻ പറ്റത്തില്ല, കണ്ടിന്യൂസ് സംസാരിച്ച് അവരുടെ റിയൽ സാധനം കിട്ടും. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേ എങ്ങനെയാണ്, നല്ല പൊസിഷനിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇൻ്റർവ്യൂ, അരമണിക്കൂറൊക്കെ അവരിങ്ങനെ മോഡിഫൈ ചെയ്ത് വെക്കും, പിന്നെ പിന്നെ റിയൽ സാധനം കയറി വരും. എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. എന്നാലും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളെ കാര്യം പറയുമ്പോൾ ആനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു രൺബീർ കപൂറിന്റെ. അപ്പം അതിൽ ഒരു കുറച്ച് പ്രോബ്ലമാറ്റിക് ആയി പ്രേക്ഷകർക്ക് തോന്നിയ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് വലിയ തൈസുള്ള
സ്ത്രീകൾക്കാണ് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ പ്രസവിക്കാൻ കഴിയുക എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. ആസ് എ ഡോക്ടർ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ്? അതിലിപ്പോൾ ഒരു 80% കറക്റ്റാണ്. അതിലൊന്നെന്ന് പറയുന്നത് 2 തരം ഫാറ്റ് ഉണ്ട്. ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും. ഈ സബ്ക്യൂട്ടേനിയസ് സ്കിന്നിൻ്റെ താഴെ അടിഞ്ഞുകൂടുന്ന ഫാറ്റാണ്. രണ്ടാമത്തത് വിസറൽ ഫാറ്റ് എന്ന് പറയും. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗൻസിൻ്റെ ഉള്ളിലും ചുറ്റിലൊക്കെ ആയിട്ട് അടിഞ്ഞുകൂടുന്ന ഫാറ്റ്. ഈ വയറിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റാണ്. ഈ വിസറൽ ഫാറ്റ് ഹോർമോൺസിൻ്റെ ഇറഗുലാരിറ്റി ഉണ്ടാക്കി, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കി, PCODയും അതേപോലെ തന്നെ ഡയബറ്റിക്കും തൈറോയ്ഡ് വേരിയേഷൻസും ഫൈബ്രോയിഡ്സും ഒക്കെ ഉണ്ടാക്കുന്നത് വിസറൽ ഫാറ്റാണ്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തിയാണ്, നല്ലതാണ്. ഒരു ശരീരത്തിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ്. അത് പ്രത്യേകിച്ചും തൈസിലും ഹിപ്പിലും വരുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ പല ന്യൂട്രീഷൻ്റെയും സ്റ്റോറേജ് ഇതാണ്. അതായത് ഇപ്പോൾ ഒരു ഹിപ്പ് എക്സ്പാൻഡ് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഡെലിവറി ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വണ്ണം വെക്കുമോ മെലിഞ്ഞിരിക്കുമോ എന്നുള്ളതല്ല, അവരുടെ ആ ഹിപ്പ് ഏരിയ, തൈസ്, ഈ ഭാഗങ്ങളിലാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ പലപ്പോഴും PCOD സ്ഥലങ്ങളിലും ബോഡിയുടെ മോൾ ഭാഗം മീഡിയം രീതിയിലായിരിക്കും, ഹിപ്പിലും ഇതിലും കൂടുതലായിരിക്കും. ഹിപ്പ് ഏരിയയിൽ കൂടുന്നത് PCOD ഉണ്ടെങ്കിൽ അത് ഹോർമോണൽ പ്രശ്നമാണ്. പക്ഷെ വേറെ ഇറഗുലാരിറ്റീസ് ഒന്നുമില്ല. ഹിപ്പ് നല്ല സൈസ് രീതിയിലാണുള്ളത്, തൈസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തിയാണ്. അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ. നല്ല രീതിയിലുള്ള അതായത് കുട്ടികൾക്ക് ഒരു കുഞ്ഞിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ വരെ അതിനകത്ത് നമുക്ക് DH പോലത്തെ ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി നല്ലതാണ്, ഒരു വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഈ ഫാറ്റ് എപ്പോഴും കുഞ്ഞിൻ്റെ ആവശ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതേപോലെ ഡെലിവറി വളരെ ഈസിയാണ്. ചില സ്ത്രീകൾ ഭയങ്കര മെലിഞ്ഞിരിക്കും, വണ്ണം കുറഞ്ഞിരിക്കും, അത് ഹെൽത്തി ഒന്നുമല്ല. വണ്ണം കുറഞ്ഞിരിക്കുമോ വണ്ണം കൂടിയിരിക്കുമോ എന്നുള്ളതല്ല, വിസറൽ ഫാറ്റാണോ ഉള്ളത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണോ ഉള്ളത് എന്നുള്ളതാണ്. വിസറൽ ഫാറ്റുകാർക്ക് ഉള്ളിലായിരിക്കും ഫാറ്റ്, പുറത്ത് മനസ്സിലാകത്തില്ല. സബ്ക്യൂട്ടേനിയസ് ഫാറ്റുകാർക്ക് പുറത്താണ് ഫാറ്റ്, വണ്ണം കാണും അവർക്ക്. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, പ്രത്യേകിച്ചും ഹിപ്പ് ഏരിയയും തൈസിലുള്ള സബ്ക്യൂട്ടേനിയസ് നല്ലതാണ്. പക്ഷേ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റിലെ മുഴ, അതേപോലെ തന്നെ തൈറോയ്ഡ് മുഴ, ഫാറ്റി ലിവർ, ഫൈബ്രോയിഡ്, ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് വിസറൽ ഫാറ്റ്. അപ്പോൾ അതുകൊണ്ട് വയറ് ചാടിയിരിക്കുന്നതാണ് പ്രശ്നം, അല്ലാതെ തൈസ് അല്ല. ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റിലെ മുഴയെ കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ പോളിയുടെ ഒരു സിനിമയുണ്ട്. അപ്പം നിവിൻ പോളിയുടെ അമ്മയായിട്ടുള്ള ശാന്തി കൃഷ്ണക്ക് ആ സിനിമയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പോൾ പണ്ട് ബയോളജിയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ, ഏതൊക്കെ ഓർഗൻസിൽ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മളെപ്പോഴും സിനിമകളിൽ ഓരോ സീനുകൾ വരുമ്പോഴാണ് കാണാറ്. അപ്പോൾ ആ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമയിൽ ശാന്തികൃഷ്ണൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ എന്തോ ഒരു തടിപ്പ് പോലെ ഒരു സാധനം തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തു, അപ്പോഴാണ് ക്യാൻസർ ആണ് എന്ന് ഉറപ്പിച്ചത്. അപ്പോൾ മിക്ക സമയങ്ങളിലും സ്ത്രീകൾ ഇങ്ങനെ നോട്ടീസ് ചെയ്താൽ ഇത് അതല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയാറുണ്ട്. ചിലവർ അത് ടെസ്റ്റ് ചെയ്ത് അത് ഉറപ്പിക്കാറുണ്ട്. ശരിക്കും ഈ ഒരു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന 2 ടൈപ്പ് ഓഫ് ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും. ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു 80% ഹോർമോണൽ പ്രശ്നമാണ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ, അതായത് ഈസ്ട്രോജൻ്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് അവിടെ മുഴ വരുന്നതും തടിപ്പ് വരുന്നതും ട്യൂമേഴ്സ് ഉണ്ടാകുന്നതും എല്ലാം. അതിനകത്ത് അതിൻ്റെ പഴക്കം അനുസരിച്ചും അതിൻ്റെ ഇൻറ്റർണലായിട്ടുള്ള ചേഞ്ചസിനനുസരിച്ചുമാണ് ക്യാൻസേഴ്സ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ വരുന്നത്. പലപ്പോഴും നമ്മൾ മാമോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തടിപ്പായിരിക്കും. അതിനകത്ത് ബിറാഡ്സ് എന്ന് പറഞ്ഞ ഗ്രേഡിംഗ് ഉണ്ട്, 1 2 3 4 5 6 അങ്ങനെ ആ ഒരു ഗ്രേഡിംഗ് ഉണ്ട്. ഈ ഗ്രേഡിംഗ് പ്രകാരം പിന്നെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ നമുക്ക് FNAC ചെയ്ത്, FNAC എന്ന് പറഞ്ഞാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അറിയാം. നീഡിൽ നമ്മൾ ട്രിക്ക് ചെയ്തിട്ട് അതൊന്ന് എടുത്തേച്ച് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് അതിൻ്റെ സെൽസിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണോ അല്ലയോ, അതിനും ഗ്രേഡിംഗ് ഉണ്ട്. അതിനകത്താണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു 60% ഈ ട്യൂമേഴ്സും ഇതൊന്നും ക്യാൻസറസ് അല്ല. അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, ഈ ചെറിയ ഹോർമോണൽ വേരിയേഷൻ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത് ചെയ്തതുകൊണ്ട് മാത്രം ഇത് മാറും എന്നുള്ള രീതിയിലൊന്നും പ്രിവെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹോർമോണൽ പ്രശ്നം വരുന്ന ഗട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഗട്ട് വഴിയാണ്, കുടൽ രീതിയിലാണ് ഈ പറയുന്ന പല ഈസ്ട്രോജൻ അതൊക്കെ എന്ന് പറയുന്നത് പുറത്തേക്ക് പോകേണ്ടത്. പക്ഷേ ഗട്ട് ഡിസ്ബയോസിസ് ശരിയില്ലെന്നുണ്ടെങ്കിൽ ഈ വീണ്ടും ഈസ്ട്രോജൻ ഉള്ളിലേക്ക് കയറി വരും, അത് സ്റ്റോറേജ് കൂടും. അപ്പം ചിലപ്പം ഫൈബ്രോയിഡായിട്ടും ഓവറിയൻ സിസ്റ്റായിട്ടും അതുപോലെ ബ്രസ്റ്റിലെ മുഴയായിട്ടും ഒക്കെ ആയിട്ട് അത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരും. അപ്പോൾ നമ്മൾ വയറിന് പ്രശ്നമുണ്ടോ അത് നേരത്തെ ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേറെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഫാറ്റ് ലിവർ വെച്ച് തുടങ്ങി പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ
ഷുഗർ കണ്ടൻറ്റോ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇൻസുലിൻ ലെവലൊക്കെ കൂടിയിട്ട് ആ ഇൻസുലിൻ മുഴയുടെ അളവ് കൂട്ടും. അപ്പം ഈ ഇൻസുലിന് ഹോർമോണൽ ഇംബാലൻസ് വരുത്തിയിട്ട് ഇത് കൂടുന്നതനുസരിച്ചാണ് യൂട്രസിലെ മുഴ ഉണ്ടാകുന്നത്, ബ്രസ്റ്റിലെ മുഴയൊക്കെ ഉണ്ടാകുന്നത്, തൈറോയ്ഡ് മുഴയോ അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പം ഇത് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെയുള്ളത് ഇതൊന്നുമില്ല, സ്ട്രെസ്സ് മതി. നമ്മുടെ ഫാമിലി ലൈഫ് മോശമാണ്, മക്കളുടെ ലൈഫ് നമുക്കൊരു പ്രശ്നമാകുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പല പല റീസൺ കൊണ്ട് സ്ട്രെസ് ലെവൽ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ട്യൂമേഴ്സും ഫൈബ്രോയിഡ്സും ഒക്കെ എന്ന് പറയുന്നത് ഹോർമോണൽ വേരിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു 80% ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ മെത്തഡിലൊക്കെ വേണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് എന്താ പറയുക, ഇന്നത് വരരുത് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഡെഫിഷ്യൻസി, അയൺ കണ്ടന്റ് കുറഞ്ഞാൽ, വിറ്റമിൻ ഡി കുറഞ്ഞാൽ, ഒമേഗ 3 കുറഞ്ഞാൽ, B12 ഇതൊക്കെ സപ്ലിമെന്റ് സ്ത്രീകൾ എടുക്കേണ്ടതാണ്. ഈ അളവ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതും ഈ പ്രശ്നങ്ങളെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണത് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ഈ സെർവിക്കൽ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഒരു ഏജ് എത്തുമ്പോൾ ഇഞ്ചെക്ഷൻസ് എടുക്കണം എന്ന് പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും തരാമോ? ശരിക്കും പറഞ്ഞാൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ശരിക്കും പറഞ്ഞാൽ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അത് എല്ലാ ബോഡിയിലും ഉള്ളതാണ്, അല്ലാതെ ഇന്ന ആൾക്കാർക്കും തന്നെയല്ല. പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ക്രീനിങ് ചെയ്ത് നോക്കി മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. പലപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡാകാം, ഈ വൈറസ് രീതിയിൽ സ്പ്രെഡാകാം. അതേപോലെ ഇമ്മ്യൂണിറ്റി കുറയുന്നതനുസരിച്ച് പ്രശ്നമാണ്, ഹോർമോണൽ ഇംബാലൻസ് അനുസരിച്ച് പ്രശ്നമാണ്, അതേപോലെ തന്നെ ഡെഫിഷ്യൻസി വരുന്നതനുസരിച്ച് ഇത് പ്രശ്നമാണ്. ബോഡിയുടെ കപ്പാസിറ്റി കുറയുന്നത് എപ്പോഴും ഉറക്കം കുറയുമ്പോൾ, സ്ട്രെസ്സ് കൂടുമ്പോൾ, ഡെഫിഷ്യൻസി വരുമ്പം ഫുഡിൻ്റെ രൂപത്തിൽ ഹെവി മെറ്റൽസോ അങ്ങനത്തെ പല പല കെമിക്കൽസ് ഒക്കെ ഉണ്ട്, അത് കയറുന്നതനുസരിച്ചും ഇവിടെ ബോഡി ഒന്ന് ഡിസോർഡർ ആവും. അന്നേരമൊക്കെയാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. അല്ലാതെ ആ ഒരു വൈറസ് കാരണം ഇത് ഉണ്ടാകുന്നു എന്നുള്ളതല്ല. ആ വൈറസ് ഇത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആ വൈറസ് എല്ലാവരുടെ ബോഡിയിലും ഉണ്ട്. നോർമൽ അളവിൽ നിന്ന് കുഴപ്പമില്ല, അതിൽ നിന്ന് കൂടുമ്പോഴാണ് ഈ അളവിലേക്ക് വരുന്നത്. അതുകൊണ്ടൊരു പ്രോപ്പർ സ്ക്രീനിങ് ചെയ്ത് പോയിട്ട് അതിനുള്ളതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് ഇന്ന ഇഞ്ചക്ഷൻ ഇന്ന കാര്യമൊന്നുമല്ല, അതൊരു പ്രോപ്പറായിട്ടൊരു ഓങ്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഇത് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് 80% ക്യാൻസറസ് കണ്ടീഷൻ്റെയും ഒരു റീസണ് ലൈഫ് സ്റ്റൈൽ. അതെൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു അഭിപ്രായം പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ മെത്തഡ്, ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഓങ്കോളജി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്.